750 കോടി രൂപ ജനങ്ങൾക്കോ നാടിനോ പ്രയോജനപ്പെടാതെ വെള്ളത്തിലായി. പണിതവർക്ക് ഗുണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കാര്യം മേടിച്ച് വില്ലും മാറിയിട്ട് പോയി. ഇത് വെള്ളം കയറത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കര ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ റോഡാണ്. പക്ഷേ ഇപ്പം AC റോഡ് മൊത്തം മിക്ക ഭാഗങ്ങളിലും വെള്ളമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഫ്ലൈ ഓവർ വരേണ്ട സ്ഥലത്തല്ല ഫ്ലൈ ഓവർ ചെയ്തേക്കുന്നത്. ഫ്ലൈ ഓവർ ഉള്ള സ്ഥലത്ത് വെള്ളമില്ല. ഇപ്പോൾ ഹെലികോപ്റ്റർ വന്നാൽ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ എടുത്തെന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പൈസ ഇതുപോലെ വെള്ളത്തിൽ പോയ ഒരവസ്ഥയാണ്. 750 കോടിയോളം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡാണ് എനിക്ക് പിന്നിലായി ഈ കാണുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണം നടന്ന സമയത്ത് അന്നത്തെ സർക്കാരും കരാർ കമ്പനിയും ഒക്കെ അവകാശപ്പെട്ടത് ഇനി എത്ര വലിയ പ്രളയമുണ്ടായാലും എത്ര വലിയ വെള്ളപ്പൊക്കമുണ്ടായാലും ഈ റോഡിലേക്ക് വെള്ളം കയറില്ല എന്നായിരുന്നു. പക്ഷേ AC റോഡിൽ ഇക്കുറിയും വെള്ളം കയറി. റോഡിൻ്റെ അവസ്ഥ ഏതാണ്ട് പഴയത് തന്നെയാണ്. ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെയുള്ള 24 കിലോമീറ്റർ ദൂരത്തിനിടയിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. ചെറിയ വാഹനങ്ങൾ ഒരുപാട് പാടുപെട്ടാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി നിരവധി വാഹനങ്ങളാണ് തകരാറിലാവുകയും റോഡിൽ നിന്നു പോവുകയും ചെയ്യുന്നത്. ഊരാളുങ്കലിൻ്റെ പണിയായിരുന്നത്. ഇത് വെള്ളം കയറത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കര ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ റോഡാണ്. പക്ഷേ ഇപ്പം AC റോഡ് മൊത്തം മിക്ക ഭാഗങ്ങളിലും വെള്ളമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടില്ലേ. വീട്ടിൽ മൊത്തം വെള്ളമാണ്. അതുപോലെ തന്നെ ഇപ്പം വണ്ടി ഓടുമ്പോൾ നമ്മുടെ വീടുകളെല്ലാം മറിഞ്ഞു പോവുക. ഉള്ളിലോട്ട് ഓളമടിച്ച് പല വീടുകളും പോയി. ഇവർ പറയുന്ന ഈ AC റോഡ് ഹെലികോപ്റ്റർ വന്നാൽ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ എടുത്തെന്നാണ് പറഞ്ഞുള്ള അറിവ് കേട്ടോ. പക്ഷേ എങ്കിൽ റോഡ് പണിതിൻ്റെ അകത്ത് ഭയങ്കര ഒരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ പരിസരവാസികൾക്കും എല്ലാം ദുരിതങ്ങൾ തന്നെ. നാട്ടുകാർക്ക് ഒരു ഗുണമില്ല. കുട്ടനാട്ടിലെ റോഡുകൾ പണിയുമ്പം കുട്ടനാടിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ നാടിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഇവിടുത്തെ പ്രകൃതിയുടെ രീതികൾ അറിവുള്ള ആൾക്കാർ വേണമായിരുന്നു ചെയ്യാനായിട്ട്. അതിൻ്റെ അകത്ത് ഭയങ്കര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പൈസ ഇതുപോലെ വെള്ളത്തിൽ പോയ ഒരവസ്ഥയാണ്. അതിന് വ്യക്തമായൊരു കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ ചെയ്തു പോയ റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വെള്ളം കയറി. ഈ റോഡ് ടാർ ചെയ്ത് പോയപ്പോൾ അന്ന് തൊട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് ആൾക്കാർക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്ത രീതിക്കുള്ള പണിയാണ് വന്നേക്കുന്നത്. ഒരു രക്ഷയില്ല. നമുക്കിപ്പം പഴയതിനെക്കാട്ടും ദുരിതം ഇപ്പോഴും. 2018 ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ വെള്ളം കൂടുതലാണ്. അതിലും വെള്ളമാണ്. ഇവിടെ ഫ്ലൈ ഓവർ വരും എന്നുള്ള രീതിക്കാണ് ഇതിലൂടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഫ്ലൈ ഓവറും ഇല്ല, ഒന്നുമില്ല. ഫ്ലൈ ഓവർ മൊത്തം പണിഞ്ഞിരിക്കും. ഏറ്റവും വെള്ളം കൂടുതലുള്ള സ്ഥലമായിരുന്നു ഈ. ഇത്രയും വെള്ളം പോയിക്കൊണ്ടിരുന്ന നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വലിയ വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ വെള്ളം ഓളമടിച്ച് കയറും. ഞങ്ങൾക്ക് പറ്റാത്ത ഇപ്പം ഈ വണ്ടി പോകുന്നുണ്ടോ, ഈ വണ്ടി പോകുന്ന പറഞ്ഞാൽ ഇപ്പം ആണെങ്കിൽ പെരയൊക്കെ വലിയ താമസമില്ല. അത് പെരയൊക്കെ വീഴും. അതുപോലെ അതേ പരിധിക്ക് അങ്ങേപ്പുറത്തെ പെര പോയി. ബസ് പോകുന്ന പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് പഴയ ഹൈവേ കൂടെ എങ്ങനെയാണോ പോകുന്നത് ആ രീതിക്ക് എപ്പോഴും ഇതൊരു പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ടർ പോകുമ്പോൾ ഈ ഓളം കൊടുത്ത് അടിക്കുന്നത്. ഈ വില എല്ലാം പോയത് അവരൊറ്റ അവർ കാരണം. അങ്ങനെ എല്ലാം വലിയ വണ്ടി എല്ലാം മിക്കവാറും അങ്ങനെ പോകുന്നത്. പറയാൻ കേൾക്കത്തില്ല. ഭയങ്കര സ്പീഡിൽ തന്നെ പോവുക. ഇപ്പം സാറിന് ആറ് കണ്ടല്ലേ ഇപ്പം പോകുന്നുണ്ടല്ലേ. ഇവിടെ എല്ലാം ഫ്ലൈ ഓവർ പണിയുണ്ടായിരുന്നു. ഫ്ലൈ ഓവറിന് ഇവിടെ സാങ്ഷൻ ആയതാണ്. വേറെ ആൾക്കാർ ബുദ്ധിപൂർവ്വം കളിച്ച് ആ ഫ്ലൈ ഓവർ മാറ്റിയതാണ് ഇവിടുന്ന്. കാരണം അവർക്ക് കച്ചവടം കിട്ടത്തില്ല. പമ്പുകാർക്ക് കച്ചവടം കിട്ടത്തില്ല. അതിനുവേണ്ടി ഫ്ലൈ ഓവർ ഇവിടുന്ന് പാർക്കേക്കലിങ്ക് മുതൽ ഈ 2ാം പാലം വരെ ഫ്ലൈ ഓവറിൻ്റെ സാങ്ഷൻ ആയതാണ്. അത് മനഃപൂർവ്വം മാറ്റിക്കളഞ്ഞത്. മണ്ണ് വരെ പരിശോധിച്ചാൽ ഇവിടെ അത് മാറ്റിക്കളഞ്ഞതാണ്. കാരണം അന്നേരം ഇവർക്ക് കച്ചവടം കിട്ടത്തില്ല. മേളിക്കൂടെ വണ്ടി പോയാൽ താഴത്തെ കടക്കാർക്ക് കച്ചവടം കിട്ടുമോ? ഇല്ല. അങ്ങനെ മാറ്റിയതാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ ദുരിതമായി പോയത്. ഒരിക്കലും വെള്ളം കയറത്തില്ലെന്ന് പറഞ്ഞ റോഡായിരുന്നു. ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടില്ല. നിങ്ങൾക്ക് കാണരുതോ? ഞങ്ങൾക്ക് ഇതുവരെ ദോഷം മാത്രമേ ഞങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഈ റോഡ് പണിതപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നല്ലേ? തീർച്ചയായും നല്ല പ്രതീക്ഷയായിരുന്നു. നമുക്ക് ഇവിടെ റോഡിൽ വെള്ളം കയറത്തില്ല. റോഡ് പൊക്കുമായിരുന്നെങ്കിൽ, ഫ്ലൈഓവർ വല്ല ആയിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ വെള്ളം ഒഴുകി പോയാലും. ഇതിപ്പോൾ ഒരു ബണ്ട് പോലെ. ഇപ്പം ചങ്ങനാശ്ശേരി ആലപ്പുഴ ബണ്ട് കെട്ടുക. ശരിക്കും ബണ്ട് കെട്ടിയിട്ടോ ആ ബണ്ടേ കൂടെ പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഈ 50 വർഷമായിട്ട് പൊങ്ങുന്ന കെട്ടി 2 അടി വെള്ളം കൂടുതൽ പൊങ്ങിയിരിക്കുക. അപ്പോൾ ഏതാണ്ട് 750 കോടി രൂപ ജനങ്ങൾക്കോ നാടിനോ പ്രയോജനപ്പെടാതെ വെള്ളത്തിലായിരിക്കും. പണിതവർക്ക് ഗുണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കാര്യം മേടിച്ച് വില്ലും മാറിയിട്ട് പോയി. അവർ പറഞ്ഞ പോലെ ഒന്നും അല്ല. എന്നാ എലിവേറ്റഡ് ഹൈവേയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവിടെ ചെയ്തത്. ഇപ്പം അതിൻ്റെ ഒരു ഗുണം നാട്ടുകാർക്ക് ആർക്കും കിട്ടുന്നില്ല. വെറുതെ പൈസ വെള്ളത്തിൽ കളഞ്ഞു. യാതൊരു പ്രയോജനമില്ല. ഇപ്പോൾ ഈ റോഡ് പണിതിന് മുമ്പ് ഉണ്ടായിരുന്ന റോഡിൻ്റെ സ്വാതന്ത്ര്യം പോലും ഇപ്പോൾ റോഡ് പണിതിന് ശേഷം ഇല്ല. എന്തിനാ ഇത്ര കാശ് മുടക്കി ഇതിനുള്ള പ്രയോജനം ഒന്നുണ്ട്? ജനങ്ങൾക്ക് യാതൊരു പ്രയോജനങ്ങളും ഇല്ല. ഇനി ഒരിക്കലും ഇവിടെ AC റോഡ് മുങ്ങത്തിരുന്ന് പറഞ്ഞ റോഡാ. ഒറ്റ രാത്രി കൊണ്ടാ വെള്ളം മുങ്ങി. ഇത്ര ഇവിടെ ഈ നിർമ്മാണം നടന്ന സമയത്ത് നാട്ടുകാർ പറഞ്ഞില്ലായിരുന്നു വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്, ഉയർത്തണം എന്ന്? അവര് ഇത് കറക്റ്റാ, ഇത് മതിയെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ട് ആരും അംഗീകരിക്കത്തില്ല. ഇപ്പൊ എന്താ ഇത് കണ്ടില്ലേ, ഈ വണ്ടി ഓടുമ്പോൾ വീടെല്ലാം അടിച്ചെറിഞ്ഞ് പോവുക. നമ്മുടെ വീട്ടിലേക്കും വെള്ളം കയറി. അതാ എൻ്റെ വീട്. അതിനകത്ത് കിടക്കാൻ പോലും പറ്റാത്ത രീതി കിടക്കും. വീട്ടിലെ കപ്പൽ പോകുന്നതിനെക്കാട്ടി ഇതിൻ്റെ തിരയാ
ഈ വീട്ടിലോട്ട് അടിക്കുന്നത്. വീടിന് ബലക്ഷയമാണ്. പക്ഷേ വീടൊക്കെ തീരാറായി വീടൊക്കെ. മുടക്കിയിട്ട് തന്നെ പ്രയോജനം തന്നെ. വെള്ളം പൊങ്ങാത്ത റോഡാ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത് അരക്കൊപ്പം വെള്ളമാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ എന്നാ ചെയ്യാനായിട്ട്? ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഫ്ലൈ ഓവർ വരേണ്ട സ്ഥലത്തല്ല ഫ്ലൈ ഓവർ ചെയ്തേക്കുന്നത്. ഫ്ലൈ ഓവർ ഉള്ള സ്ഥലത്ത് വെള്ളമില്ല. ഇപ്പോൾ ആ മങ്കമ്പ് ബ്ലോക്കിന് ഇപ്പുറത്തോട്ട് ഇഷ്ടംപോലെ വെള്ളമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മൊത്തം വെള്ളം, ചങ്ങനാശ്ശേരി എത്തുന്നവരെ വെള്ളമാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്. എവിടെ പോകാൻ ഇറങ്ങിയതാണ്? ചങ്ങനാശ്ശേരി പോകാൻ ഇറങ്ങിയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? തിരിച്ചു പോവുക. ആലപ്പുഴയിൽ നിന്ന് വന്നാണ്, തിരിച്ചു പോവുകയാണ്. ഇവിടം വരെ എത്തിയത് വലിയ ഭാഗ്യം എന്ന് പറയും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. 2 വീലറിൽ ഒരു തരത്തിലും പോകാൻ പറ്റത്തില്ല. 2 വീലർ യാത്ര പറ്റത്തില്ല. 4 വീലർ തന്നെ ഇപ്പോൾ എത്രയോ പേര് പെട്ടുപോയി. എല്ലാം കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. വണ്ടി കടി. ഈ റോഡിന് വേണ്ടി കോടികൾ മുടക്കിയിട്ടും തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കിഴക്കൻ വെള്ളം വീണ്ടും എത്തുന്നതോടുകൂടി ഈ റോഡിലെ ജലനിരപ്പ് ഇനിയും ഉയരുമെന്ന ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ. ആലപ്പുഴ കിടങ്ങറയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.